ഇന്ന് നമുക്കൊരു സിമ്പിൾ പ്രഷർ കുക്കർ ബിരിയാണി തയ്യാറാക്കാം. റൈസ് കുഴഞ്ഞു പോകാതെ എങ്ങനെ പെർഫെക്റ്റായി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ബിരിയാണി തയ്യാറാക്കാനായി 500 ഗ്രാം ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് സോക്ക് ചെയ്യാനായി വെക്കാം. ആ സമയം നമുക്ക് ബാക്കിയെല്ലാം തയ്യാറാക്കി വെക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ, പുതിനയില, ഒരു വലിയ പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് നെടുവേ മുറിച്ചത്, 750 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കിയത്, സവാള 2 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക നമുക്കിടാം. ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. സ്റ്റൗവിൽ പ്രഷർ കുക്കർ വെച്ചതിന് ശേഷം എണ്ണ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ ഗീയും ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഓയിലും ഗീയും ആഡ് ചെയ്യാം. പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക ഒരു മിനിറ്റ് നമുക്ക് സോട്ട് ചെയ്യാം. ഇനി സവാള ചേർക്കാം. കുറച്ച് സോൾട്ടും ആഡ് ചെയ്യാം. സവാള ലൈറ്റ് ഗോൾഡൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഉടൻ നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. മസാലകളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് അരപ്പുമായി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പുതിനയിലയും അരിഞ്ഞത് ചേർക്കാം. പിന്നെ ഒരു 7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ചേർക്കാം. വെള്ളത്തിന്റെ അളവ് തെറ്റില്ല. 500 ഗ്രാം ബസ്മതി റൈസ് 4 കപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതേ കപ്പിന് 7 കപ്പ് വെള്ളം വേണം നമ്മൾ എടുക്കാൻ. കുറച്ച് നാരങ്ങ നീരും ഒഴിക്കാം. ഉപ്പ് ഈ സമയം നോക്കുമ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം. ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഇനി അടച്ചു വെച്ച് ഒരു വിസിൽ വന്നാൽ ഓഫ് ചെയ്യാം. പ്രഷർ തന്നെ പോകുന്നവരെ തുറക്കല്ല്. ഇനി ലാസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ടിപ്പ്, ചൂട് കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ ലിഡ് അടച്ചതിന് ശേഷം ഒരു പാൻ അടിയിൽ പ്ലേസ് ചെയ്യാൻ മറക്കല്ല്. അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. കുക്കിംഗ് തീരെ താല്പര്യമില്ലാത്തവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.